വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാരംഭിക്കാം. എഫേസോസിലെ സഭയുടെ ദൂതന് എഴുതുക. എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ ഈ പിടിച്ചു. ദൂതൻ, സഭയ്ക്കൊരു ദൂതനുണ്ടോ? ഓരോ സഭയ്ക്കും ഓരോ ദൂതനുണ്ടോ? ഈ ദൂതൻ ഏഞ്ചലോസ്, ഈ ഏഞ്ചലോസ് എന്ന പേരുള്ള ആരെങ്കിലുണ്ടോ അവിടെ? ഉണ്ടെങ്കിൽ പറയാം, ആ പേര് പെൺകുട്ടികൾക്ക് ചേരുന്ന പേരല്ല. കാരണം അത് മാസ്കുലിൻ ജെൻഡറാണ്. ഏഞ്ചലോസ് ആൺകുട്ടികൾക്കാണ് അതിടാവുന്നത്, അവരിടത്തുമില്ല. അപ്പോൾ പെൺകുട്ടികൾക്ക് നമ്മൾ ഇടാനൊരു കാരണമുള്ളത്, നമ്മുടെ ധാരണയിൽ ഈ മാലാഖ അഥവാ ഏഞ്ചൽ എന്ന് പറയുന്നതല്ല, ഒരു സ്ത്രീ സങ്കല്പമാണ്. പക്ഷെ ബൈബിളിലെ ദൂതന്മാരെല്ലാവരും പുരുഷ ഭാവത്തിലാണ് വന്നിട്ടുള്ളത്. ഗബ്രിയേൽ, മിഖായേൽ, അവർണം അബ്രഹാമിൻ്റെ വീട്ടിൽ 3 പുരുഷന്മാർ, ലോത്തിൻ്റെ വീട്ടിലേക്ക് 2 പുരുഷന്മാർ. സന്ധ്യായാഗത്തിൻ്റെ സമയത്തൊരു പുരുഷനെ കണ്ടു. ഇതാണ് പ്രയോഗം, സ്ത്രീയല്ല. അപ്പം നമ്മൾ ഈ മനസ്സിലിരിക്കുന്ന ദൂതൻ ഒരു പെണ്ണാകാൻ കാരണം നമ്മുടെ മാത്രം കുഴപ്പമില്ല. ഈ വരച്ചു വച്ചിരിക്കുന്ന ദൂതൻ്റെ പടമല്ല, നൈറ്റി ഇട്ടിരിക്കുന്ന ഒരു സഹോദരിയുടെ പടമാണ്, ഒരു കൊച്ചു പെണ്ണിൻ്റെ പടമാണ്. 10-15 വയസ്സുള്ളൊരു കുഞ്ഞ് നൈറ്റിയൊക്കെ ഇട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം നമ്മൾ ഈ കണ്ടേക്കുന്നു. അപ്പം ആദ്യം മനസ്സിലാക്കണം, ആ പടവേ തെറ്റിപ്പോയി, ദൂതൻ അങ്ങനല്ല. എന്നാൽ ഈ ദൂതൻ, അതിൻ്റെ എബ്രായ പദം മലക്ക് എന്നാണ്. മലക്ക്, അത് തെറ്റിപ്പോകരുത്. മെലക്കും മലക്കും രണ്ടാണ് അർത്ഥം. മെലക്ക് അർത്ഥം കിങ്, അബി മെലക്ക്, മെലക്ക് കിങ്, MELECH മെലക്ക്. മലക്ക് അത് മാലാഖ, മലാക്കീം അർത്ഥം മാലാഖമാർ. അപ്പോൾ മാലാഖമാർ സ്ത്രീകളല്ല. പക്ഷെ അവർക്ക് ഈ ജെൻഡർ പറയുന്നത് മൊത്തം ശരിയല്ല കേട്ടോ. അവിടെ പറയാം, സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ അല്ല, ഉള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. ഒരു പുരുഷഭാവമാണ് നമ്മൾ ഭൂമിയിൽ വരുമ്പോഴൊക്കെ കണ്ടത്. അങ്ങനെ കൂട്ടിയാൽ മതി. ഇവിടെ പറയുന്ന സഭയുടെ ദൂതൻ എന്ന് പറഞ്ഞത് ഒരു മാലാഖ എന്ന് കാണുന്ന ആക്ച്വലി ദൈവദൂതനെ അല്ല. അക്കാലഘട്ടത്തിൽ അഞ്ചലോട്ടക്കാർ എന്നൊരു വിഭാഗം ഉണ്ടല്ലോ. എന്താ അഞ്ചലോട്ടം? ഈ കത്ത് കൊണ്ട് കൊടുക്കുക, പോസ്റ്റ്മാൻ എന്ന് നമ്മൾ പറയുന്ന. അതുപോലെ ചർച്ചുകളിലേക്ക് ആശയം അറിയിക്കാൻ എഴുതിയ സംഭവങ്ങളൊക്കെ കൊണ്ടെത്തിക്കുന്ന മീഡിയേറ്റർ. അപ്പം ദൂതൻ എഴുതുക. പിന്നെ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. അപ്പോൾ യേശുവിൻ്റെ ആ നേച്ചർ പറഞ്ഞാണ് തുടങ്ങുന്നത്. കാവ്യങ്ങൾ അതിൻ്റെ ഒരു ശൈലി പോലിരിക്കുന്നു, കവിത പോലെയാണിത്. കാരണം ഈ ദൂത് കൊടുക്കുന്ന യേശുവിൻ്റെ ഒരു നേച്ചർ എല്ലായിടത്തും പറയുന്നുണ്ട്. ആദ്യം അത് ഏകദേശം പൂർണ്ണമായി തന്നെ പറഞ്ഞിട്ട് ഒരു ചർച്ചിലേക്ക് എത്തുമ്പോൾ യേശുവിൻ്റെ ഒരു ഭാവം എടുത്ത് പറയുക. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ. വായിക്കാം. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പൊ തൻ്റെ ദാസന്മാരെ വലങ്കരത്തിലെടുക്കുന്ന, സഭയുടെ നടുവിൽ ഉലാത്തുന്ന കർത്താവ്. നമ്മുടെ കർത്താവിൻ്റെ സ്ഥാനം സഭയ്ക്കുള്ളിലാണ്, സഭയ്ക്കകത്ത്. 7 നിലവിളക്കുകളുടെ നടുവിൽ നിലകൊള്ളുന്ന കർത്താവ്. നമ്മളൊരു പാട്ട് പാടാറല്ലോ, 7 നക്ഷത്രം വലങ്കൈ പിടിച്ച്, പിന്നെ 7 രാജമുടി എന്ന് പാടില്ല. അത് എതിർ ക്രിസ്തുവിൻ്റെ ആണ്, കർത്താവിൻ്റെ അല്ല. ഈ പാട്ടുകളിലൊക്കെ ഉണ്ട് ചെറിയ തെറ്റ്. ഞാനിതുപോലെ ഇന്നലെ വചനം പറഞ്ഞപ്പോൾ എന്തോ ഞങ്ങൾ പ്രിയ വ്രതരും ഒക്കെ ആയിട്ട് സംസാരിച്ച് പറഞ്ഞു, ഈ കർത്തൃമേശ നടത്തുമ്പോൾ ആളുകൾ എല്ലാവരും കൂടി വരുമ്പോൾ, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും, അങ്ങനെ ഒരു വാക്യമില്ല, ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് പിന്നെ തന്നാൽ മതി. ഓക്കെ, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെവി എന്നൊരു വാക്യം കണ്ടുപിടിച്ച് തരുന്നവർക്ക്
10,000 റുപ്യ ഞാൻ തരും. ഇന്ത്യൻ റുപ്യ എന്ന് കേട്ടിട്ട് എനിക്ക് സന്തോഷമില്ലാതല്ലേ. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് നിങ്ങൾ തോറ്റുപോയാൽ എനിക്കൊരു ചാർജുണ്ട്, ആ ഉറപ്പോടെ വരാവുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് ഭാഷക്കൊരു സംശയം പോലെ. സംശയിച്ചോ, കുഴപ്പമില്ല, അല്പം കഴിഞ്ഞ് നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതുപോലെ പാട്ടുകളിലൊക്കെ പതിയിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്, സൂക്ഷിക്കണം. അപ്പോൾ പാട്ട് ഡോക്ടറിലായിരിക്കണം, ഉപദേശത്തോട് യോജിക്കണം. ഓർത്തപ്പോൾ ഒരു കാര്യം കൂടി പറയാം. അടുത്ത കാലത്ത് പരക്കുന്നൊരു പാട്ടുണ്ട്. അസ്ഥിയുടെ താഴ്വരെ ഞാൻ നിൽക്കുന്നു, കാറ്റടിക്കുന്നു, പിളരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു പാട്ടുണ്ട്. നല്ല പാട്ടാണ്, പാടട്ടെ. പക്ഷെ ഞാനൊരു കാര്യം ഗ്യാരണ്ടി തരാം, അങ്ങനെ ഇനിയിപ്പോൾ ഒരു കാറ്റടിക്കാനൊന്നും പോകുന്നില്ല. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവിനി ആർക്കും പ്രത്യക്ഷമാകാൻ പോകുന്നില്ല. നല്ല ഉറപ്പല്ലേ? എന്താ കാര്യം പറഞ്ഞു തുടങ്ങാം. ബൈബിളിൽ കണ്ട സംഭവങ്ങൾ ആവർത്തിക്കുന്നത് അപൂർവമാണ്. ഒരിക്കലേ ചെങ്കടൽ കീറിയുള്ളൂ, പിന്നെ ആവർത്തിച്ചിട്ടില്ല. യേശു കടലിന്മീതെ ഒരിക്കലാ നടന്ന, വെള്ളം കണ്ടപ്പോഴെല്ലാം നടന്നില്ല, ഒറ്റത്തവണ. മനസ്സിലായോ? 5 അപ്പം കൊണ്ട് 5000 തൃപ്തിപ്പെടുത്തി മറ്റൊരിക്കലോ ചെയ്തിട്ടുണ്ട്, അപൂർവമാണ്. നമുക്കൊക്കെ ആത്മാവിനെ കിട്ടി, അത് അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളാലല്ല. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ശബ്ദം ഉണ്ടായില്ല. ആക്സ് ചാപ്റ്റർ 2 മാത്രമാണ് ആ വിധത്തിലുള്ള ദൈവപ്രവൃത്തി കാണുന്നത്. അടുത്തത്, ഈ സംഭവങ്ങൾ ഉപദേശമല്ല. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ വേറൊരു രൂപത്തിൽ ആത്മാവിനെ കിട്ടിയേ. ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി, അവിടെ ഈ കാറ്റൊന്നും അടിച്ചില്ല. നമ്മളൊക്കെ ആത്മനിറവിലേക്ക് വന്നപ്പോൾ കാറ്റും അടിച്ചില്ല, നാവ് പ്രത്യക്ഷമായില്ല, ഓരോരുത്തരുടെ മീതെ പതിഞ്ഞില്ല. പക്ഷെ റിസൾട്ട് ആത്മനിറവായിരുന്നു. എങ്ങനെയായിരുന്നെങ്കിലും അനുഭവം വ്യത്യസ്തമാണ്, അത് ഉപദേശമല്ല. പക്ഷെ ഭക്തൻ്റെ അനുഭവങ്ങൾ ഉപദേശാധിഷ്ഠിതമായിരിക്കണം. കേട്ടല്ലോ? ചുരുക്കത്തിൽ അപ്പോസ്തല പ്രവൃത്തി കണ്ട സംഭവം പോലും അല്ല, നമുക്ക് അടിസ്ഥാനം ഉപദേശമാണ് അടിസ്ഥാനം. പിടിയിട്ടോ? ഇല്ല. അപ്പോസ്തല പ്രവൃത്തി കണ്ട പോലൊക്കെയാണ് നമ്മൾ ജീവിക്കേണ്ടതെങ്കിൽ ഇന്ന് തന്നെ പോയി ഉള്ളതെല്ലാം വിറ്റും ഇവിടെ കൊണ്ടുവെക്കണം, പൊതുവകയെന്ന് എണ്ണണം. അത് മാതൃകയല്ല. കാരണം ആവേശം കയറി അവരങ്ങനെ ചെയ്താ. കർത്താവ് പറഞ്ഞോ, നിങ്ങളെല്ലാം വിറ്റ് ഇവിടെ കൊണ്ട് വെച്ചാൽ നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞോ? എവിടെയുണ്ടോ? ഒരാവേശം കയറി വിറ്റ് കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. പരിണിത ഫലമായിട്ടൊരു കുടുംബം തകർന്ന് കിട്ടി. അങ്ങനെയാണ് സംഭവിക്കുന്ന. കഥ തീരുന്ന, സംഭവം തീരുന്നല്ലേ. ആക്സിൽ പറയുന്നത് നമുക്ക് ചരിത്രമാണ്, ദൈവപ്രവൃത്തിയാണ്. പക്ഷെ ഫോളോ ചെയ്യേണ്ടത് ഡോക്ട്രിനാണ്. അത് ലേഖനങ്ങളിൽ കിടപ്പുണ്ട്. നിങ്ങളെന്ത് ചെയ്യണം എന്ന് പറയുന്നതാണ് ലേഖനം. ഞങ്ങളെന്ത് കണ്ടു ആ പറഞ്ഞാണ് അപ്പോസ്തല പ്രവൃത്തി. മനസ്സിലാകുന്നോ? ഇല്ല. ചിന്താക്കുഴപ്പമായോ? അല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ പണ്ടത്തെ പോലുള്ള സംഭവങ്ങളല്ല ഇപ്പോൾ ആവർത്തിക്കുന്നത്. ഒറ്റ ഉദാഹരണം പറയാം. പണ്ടത്തെ പോലെയാണ് അനന്യാസ സഫീരയും വീണ് മരിച്ചു. അതൊക്കെ ഇന്ന് ആവർത്തിച്ചാൽ നമ്മൾ എത്ര പേര് കണ്ടേനെ അല്ലേ? നമ്മൾക്ക് ഈ ക്ലാസ് നടക്കുമോ? ഞാനിവിടെ വരുമോ? നിങ്ങളിവിടെ വരുമോ? നടക്കാൻ പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ നടന്ന സംഭവങ്ങളുടെ കോപ്പി ബുക്ക് ശൈലിയിലെ ആവർത്തനമല്ല ഉപദേശം. അതിനർത്ഥം ദൈവം അതൊന്നും ചെയ്യലെന്നല്ല, അതിലും വലുത് ദൈവം ചെയ്യും, അതിലും വ്യത്യസ്തമായത് ദൈവം ചെയ്യും. മനസ്സിലാകുന്നോ? അതിലും വ്യത്യസ്തമായിട്ടുള്ളത് കർത്താവ് ചെയ്യും. ഫർദറായിട്ട് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം, അതങ്ങ് വിട്. അപ്പോൾ ഇവിടെ ചർച്ചിലൊക്കെ നമ്മൾ വരികയല്ലേ. എഫെസോസ് സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 നിലവിളക്കുകളുടെ നടുവിൽ നടകൊള്ളുന്നവൻ കർത്താവിൻ്റെ വിശേഷണമാണ് അരുളി ചെയ്യുന്നത്. അപ്പോൾ അരുളി ചെയ്യുന്ന വചനത്തിൻ്റെ പേര് പറയും റീമ. അത് സത്യത്തിൽ ഒറക്കിളാണ്, അല്ലെങ്കിൽ
റിട്ടൺ വേർഡല്ല, സ്പോക്കൺ വേർഡാണ്. എന്നിട്ട് ദൈവദാസനോട് പറയാണ്, ഗ്രാഫോ യുഹാനോ, നീ എഴുതുക യോഹന്നാനെ. ഗ്രാഫോ, ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതുകയാണ്. ഗ്രാഫൈ, യു ഹാവ് ടു റൈറ്റ്, നീ എഴുതുക. എന്താ എഴുതേണ്ടത്? മെസ്സേജ് എഴുതാൻ പറയുകയാണ്. വായിച്ചോളൂ. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും. അപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ അറിയാണ്. ഞാൻ നിന്റെ പ്രവൃത്തി, പിന്നെ പ്രയത്നവും, നിന്റെ ഹാർഡ് വർക്ക്, നിന്റെ ടോളറേഷൻ, എൻഡ്യൂറൻസ്, നിന്റെ കഷ്ടപ്പാടുകൾ, ലോങ് സഫറിങ്, ഞാനത് അറിയുന്നു. പിന്നെ സഹിഷ്ണുതയും, നിന്റെ സഹിഷ്ണുത, പിന്നെ കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും. ആ കൂടെ ഒരു വല്ലാത്ത പ്രയോഗം, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിക്കാൻ വയ്യ. അപ്പോൾ ഭക്തന്റെ ക്വാളിറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. സഹിഷ്ണുത നല്ലതാണ്, പക്ഷേ സഹിഷ്ണുത യേശുവിന് വേണ്ടിയാണ്, അല്ലാതെ കൊള്ളരുതാത്തതിനെ സഹിക്കല്ല, കൊള്ളരുതാത്തവ സഹിക്കല്ല. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ പ്രയത്നം അറിയുന്നു. പ്രവൃത്തിയേക്കാൾ ഒരു പടി കൂടുതലായി സാധാരണ ചെയ്യുന്നതിൽ നിന്ന് ഒരു ഡിഗ്രി കൂടി കൂടുന്ന ഒരനുഭവത്തിലേക്ക് നീ കൂടുതലായി ചെയ്യുന്ന പ്രയത്നം അറിയുന്നു. അവിടുന്ന് പിന്നെയും ഒരു സൂപ്പർലെറ്റീവ് ഡിഗ്രിയിലേക്ക് പോവാ. ഞാൻ നിന്റെ സഹിഷ്ണുത അറിയുന്നു. പ്രവൃത്തി അവിടെ ആരംഭിച്ചു, പ്രയത്നം അതിലേക്ക് വളർന്നു, ഒടുവിൽ സഹിഷ്ണുതയുള്ള ഒരുവനായി നീ ടോളറേറ്റ് ചെയ്യുക. നീ നന്നായിട്ട് ലോങ് സഫറിങ് ഉള്ളവനാ. അങ്ങനെ സഫറിങ് ഉള്ള നിനക്ക് ഒരു കാര്യം സഹിക്കാൻ പറ്റുന്നില്ല, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാ. ക്വാളിറ്റി ഓഫ് ദി എഫേസ്യൻ ചർച്ചാണ് നാം ഈ കണ്ടത്. അതുകൊണ്ട് നമുക്ക് എല്ലാം ഇങ്ങനെ പഠിക്കാമോ എന്നെനിക്കറിയില്ല, എങ്കിലും എഫെസോസിനെ കുറിച്ച് ഒന്ന് പഠിച്ചു പോകാം. സന്തോഷമാണോ? ചർച്ച് അറ്റ് എഫെസോസ്, അതൊന്ന് പഠിച്ചു പോകാം. എഫെസോസ് എന്ന് പറയുന്ന സ്ഥലം പുരാതന ഏഷ്യ മൈനറിലെ ഒരു പ്രസിദ്ധ പട്ടണം ആയിരുന്നു. എഫെസോസ് ഒരു പ്രധാന പട്ടണം. ഇതിൻ്റെ സവിശേഷത, യൂറോപ്പിലെ കൊരിന്ത് പോലെ എഫെസോസിലെ ഏഷ്യ മൈനറിലെ പ്രധാനപ്പെട്ട ഒരു സമ്പന്ന നഗരത്തിൻ്റെ പേരാണ് എഫെസോസ്. എഫെസോസിൻ്റെ ഒത്ത നടുവിലൂടെ അക്കാലത്തെ ഒരു ഹൈവേ കടന്നുപോയിരുന്നു. ഏഷ്യ മൈനറിൻ്റെ രണ്ട് മുനമ്പുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഹൈവേ, അത് കടന്നു പോകുന്നത് പ്രധാനമായിട്ടും എഫെസോസ് പട്ടണത്തിലൂടെ ആയിരുന്നു. അവിടുത്തുകാർ സമ്പന്നർ ആയിരുന്നു. എഫെസോസ് പട്ടണം സമ്പന്നമാകാനുള്ള 3 കാരണങ്ങളിലേക്ക് കൂടി നമുക്ക് വരാം. കാരണം 1, അവിടെ ഒരു കായിക വിനോദം നടന്നിരുന്നു. അതിൽ പങ്കുകൊള്ളാൻ വരുന്ന ആളുകളുടെ തിരക്കും അതുമായി ബന്ധപ്പെട്ടുള്ള ഇതര വ്യവഹാരങ്ങളും ആ പട്ടണത്തെ സമ്പന്നമാക്കി. 2, എഫെസോസ് പട്ടണം സമ്പന്നമാകാനുള്ള അടുത്ത കാരണം, അവിടെ ഒരു ദേവാലയം നിലനിന്നിരുന്നു. വാസ്തവത്തിൽ അതാ ഒന്നാമത് പറയുന്നതാണ് നല്ലത്, ഇപ്പോൾ പറഞ്ഞത്. അവിടെ ഒരു ദേവാലയം, അവിടെ ഒരു ആരാധന. ആരാധന ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അവിടെ പ്രധാനപ്പെട്ട ക്ഷേത്രമുണ്ടായിരുന്നു. അതിലെ വരുമാനമായിരുന്നു എഫെസോസിലെ സമ്പന്നതയുടെ അടുത്ത കാരണം. 3, അവിടെ ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ നടന്ന ചൂഷണങ്ങൾ ആ പട്ടണത്തെ സമ്പന്നമാക്കി. അപ്പോൾ ഒരു റിലീജിയസ് സെൻ്ററായിരുന്നു. അവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് സംവിധാനം ഉണ്ടായിരുന്നു. സൂപ്പർസ്റ്റീഷ്യസ്, അന്ധവിശ്വാസങ്ങളെ ചൂഷണം ചെയ്യുന്ന ഇടപാടുണ്ടായിരുന്നു.
ഈ 3 കാരണങ്ങളാൽ ഈ പട്ടണം സമ്പന്നമായി. ഞാനത് ഓരോന്നും ഒന്ന് പറഞ്ഞു പോകാം. ഒരു 3 മിനിറ്റ് വീതം ഒരു കാര്യം പറയാൻ വേണം. ശ്രദ്ധിക്കുന്നുണ്ടോ? എങ്കിൽ ഈ സഹിഷ്ണുത എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഞാനിപ്പോൾ ഈ ശ്രമിക്കുന്നത്. ചിലപോലെ ഞാൻ സഹിച്ചു മടുത്തു എന്നൊക്കെ പറയല്ല. അപ്പോൾ ഇത് എത്രത്തോളം എത്തുന്നു എന്നറിയാനാണ്. അപ്പോൾ നമുക്കൊന്ന് പോകാം അങ്ങോട്ട് പറഞ്ഞ്. ഈ എഫെസോസ് പട്ടണത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടത്തായി ഒരു പടുകൂറ്റൻ ദേവാലയം നിലനിന്നിരുന്നു. ആ ദേവാലയത്തിലെ പ്രതിഷ്ഠ ഒരു വെണ്ണക്കൽ ശില്പമായിരുന്നു. ആ വെണ്ണക്കൽ ശില്പം ഭീമാകാരമായ ഒരു രൂപമായിരുന്നു. ഒരു സ്ത്രീരൂപം. സ്ത്രീരൂപം എന്ന് പറഞ്ഞാൽ പോരാ, മാർവിടം അനാവൃതമാക്കിയ ഒരശ്ലീല പ്രതിമ. മാത്രമല്ല 1000 സ്തനങ്ങൾ ഈ സ്ത്രീരൂപത്തിലുണ്ടായിരുന്നു. ഒരു വൃത്തിഹീന രൂപം. അസാൻമാർഗിക ബോധം ആളുകളിൽ ജനിപ്പിക്കും വിധമുള്ള ഈ ഭീമാകാര രൂപം അനവധി നാളുകൾ കൊണ്ട് ആളുകൾ കൊത്തിയെടുത്തതാണ്. പക്ഷെ പിൽക്കാല തലമുറ ചിന്തിച്ചു, ഇത് കൊത്താനൊരു മനുഷ്യന് കഴിയില്ല. അതുകൊണ്ട് ഇത് സ്വർഗീയ രാജ്ഞി സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വീണതാണ്. അവൾക്ക് അവരൊരു പേരിട്ടു, അർത്തമിസ്. ഞാൻ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞു, അർത്തമിസ്, എഫേസ്യരുടെ അർത്തമിസ്. ഈ അർത്തമീസിൻ്റെ പടുകുറ്റൻ ദേവാലയത്തിൽ ധാരാളം ആളുകൾ പൂജാതി കർമ്മങ്ങൾക്കെത്തും. അവിടുത്തെ പൗരോഹിത്യം എല്ലാം സ്ത്രീകൾക്കായിരുന്നു. സ്ത്രീകളാണ് മുഖ്യ പുരോഹിത സ്ഥാനം വഹിക്കുന്നത്. പക്ഷെ പുരുഷന്മാർക്കും വരാം. അവിടെ പുരുഷന്മാരാണ് കൂടുതൽ വരിക. അവിടെ നടമാടുന്ന ആ സംവിധാനങ്ങളൊന്നും ഒരു പൊതുജന സമക്ഷം നമുക്ക് പ്രസംഗിച്ചുകൂടാ. തികഞ്ഞ അസാൻമാർഗിക വൃത്തി. അങ്ങനെ ഈ സ്ത്രീകളുടെ എണ്ണം ഒരു കാലഘട്ടത്തിൽ അവിടെ 16,000-ഓളമായിരുന്നു എന്നാണ് ചരിത്രം. അന്തേവാസികളെല്ലാം കൂടെ കൂടി. ഇത്രയും സ്ത്രീകളെങ്ങനെ വന്നവിടെ പറയാം. ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി പിറന്നാൽ, എത്ര കുട്ടികളുണ്ടെങ്കിലും വീട്ടിൽ നിന്നൊരു പെൺകുട്ടിയെ 3 വയസ്സ് വരെ വളർത്തിയിട്ട് അർത്തമീസിനെ നിവേദിച്ചില്ലെങ്കിൽ ശാപം വരുമെന്ന് ആളുകൾ കരുതി. അങ്ങനെ കൊണ്ട് അതിലിടും. ഈ കുഞ്ഞവിടെ വളരും. ഈ തിരക്കിനിടയ്ക്കത് പെട്ടുപോകും. അവരിൽ ഒരാളായി വളർന്ന് കാലമേറെ കഴിയുമ്പോൾ ഈ സ്ഥലത്ത് നടക്കുന്ന അസാൻമാർഗ വൃത്തിയുടെ ഭാഗമാകും. ഇങ്ങനെ കുട്ടികൾ ജനിക്കുന്നത് അവർ പുണ്യമായി കരുതി. ജനിക്കുന്ന കുട്ടി പെണ്ണെങ്കിൽ ഇവിടെ വീണ്ടും വളർത്തും. ആ കുട്ടിയും ഇങ്ങനാകും. ആണാണ് ജനിക്കുന്നെങ്കിൽ അവൻ്റെ കാര്യം അവതാളത്തിലാണ്. അവനെ കൊണ്ട് തെരുവിൽ കളയും. ചിലർ ചാകും. ചിലതവിടെ ഇഴഞ്ഞും ഓടയിൽ സഞ്ചരിച്ചും ആരെങ്കിലും എറിഞ്ഞു കളയുന്ന ഭക്ഷണമൊക്കെ കഴിച്ചും ഏതെങ്കിലും വിധത്തിൽ തുടരും. ഇവിടെ വന്ന് പണം ചിലവഴിക്കാൻ ആളുകൾ ഇഷ്ടപ്പെട്ടു. അർത്തമീസിന് സമർപ്പിച്ച എഫെസോസ് സിറ്റി അതുകൊണ്ട് തന്നെ സമ്പന്നമായിരുന്നു. സമ്പന്നം. തെരുവിലലയുന്ന ആൺകുട്ടികൾ കുറെ കഴിയുമ്പോൾ ക്രിമിനലുകളായി മാറും. കടകമ്പോളങ്ങൾ അടിച്ച് നശിപ്പിച്ച് കിട്ടുന്നതൊക്കെ എടുത്ത് ഭക്ഷിച്ച് യാത്രികരെ കൊള്ളയടിച്ച് അവർ ജീവിക്കുക. അങ്ങനെ നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ കാണുന്നത് അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെ നമ്മൾ അനുസരിച്ച് നടന്നു എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ആളുകൾ ഈ കുട്ടികളെ ഒരു അപഹാസ്യമായ പേരിട്ട് വിളിച്ചു, അർത്തമീസിൻ്റെ മക്കൾ. കേട്ടാൽ മോശം അർത്ഥമല്ലെങ്കിലും അപ്പനാര് അമ്മയാര് എന്നറിയാത്ത ഒരാളെന്ന അർത്ഥത്തിൽ വിളിക്കുന്ന അവഹേളനത്തിൻ്റെ പേരാണ് അർത്തമീസിൻ്റെ മക്കൾ. അത്തരം വൃത്തിഹീനമായ ഒരു സ്ഥലം.
രണ്ടാമത്തെ സ്ഥലം അങ്ങനെയൊന്നും അല്ല, അത് ഇച്ചിരി രസകരമാണ്. കണ്ട് അടക്കി പിടിച്ച് ശ്വാസം വിടാമെന്നും ഇരിക്കേണ്ടത് കേട്ടോ. അത് പരിശീലനം സിദ്ധിച്ച കാളക്കുറ്റൻ്റെ മുമ്പിലേക്ക് റോമിലെ കരുത്തരായ എഫസോസിലെ കരുത്തരായ പടയാളികളെ, ആരോഗ്യ ദളഗാത്രന്മാരെ പോരാടാൻ ഇറക്കി വിടുക. ആയോധന കലപടിച്ച ചെറുപ്പക്കാർ ശരീരവാസകലം എണ്ണയും കുഴമ്പൊക്കെ ഇട്ട് തൂത്ത് ഒരു കാളക്കുറ്റിന് നേരെ പാഞ്ഞെല്ലും. കാളയും മനുഷ്യനും തമ്മിൽ കൊമ്പോർക്കും. ഈ കളി കാണാൻ ആളുകളിങ്ങനെ ഇരിക്കില്ലേ. അപ്പോൾ അവിടെല്ലാം വേലിയെല്ലാം കെട്ടി ആളുകളിങ്ങനെ നിൽക്കുകയാണ്. വിസിൽ മുഴങ്ങി കാളയും മല്ലനും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവാ. ഈ മല്ലന് ഈ പണി ചെയ്യാൻ, മല്ലൻ ഒരാളുടെ അടിമയായിരിക്കും. അപ്പം ഇതിനു വേണ്ടി അടിമകളെ വിലയ്ക്ക് വാങ്ങി ഭക്ഷണം കൊടുത്ത് പരിശീലിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ മല്ലനെ. അപ്പം ഈ മല്ലൻ ഒരാവേശം വരാൻ വേണ്ടി മല്ലന് ചില പാരിതോഷികങ്ങൾ വച്ചിട്ടുണ്ട്. ഒന്ന്, നീ യുദ്ധം ജയിച്ചു വന്നാൽ ഇഷ്ടംപോലെ മദ്യം കുപ്പികളിങ്ങനെ വച്ചിട്ടുണ്ട്, സ്വർണ്ണ നാണയ കിഴികൾ, സുന്ദരിയായ പെൺകുട്ടി അവൻ്റെ ഭാര്യയായിട്ട് കൊടുക്കും. ഇവരെല്ലാം ഇങ്ങനെ സ്റ്റേജിലിരിക്കുക. എന്നിട്ട് ഇതൊക്കെ കണ്ട് ആവേശം ഉൾക്കൊണ്ട് ഇവൻ കാളക്കുറ്റനോട് മല്ല് പിടിക്കാൻ ചെല്ലണം. ആ കാളക്കുറ്റനോട് മല്ല് പിടിക്കാൻ ചെല്ലുന്ന ആളിനൊരു പേര് പറയും ഗ്ലാഡിയേറ്റർ. അങ്ങനെയാണ്. അങ്ങനത്തെ ബൈക്കുണ്ടല്ലേ, അതിൻ്റെ ഹാൻഡിൽ നോക്കിയാൽ കറക്റ്റ് ഒരു കാളക്കുറ്റൻ്റെ കൊമ്പ് പോലെയാണ്. ഗ്ലാഡിയേറ്റർ, റോമൻ ഗ്ലാഡിയേറ്റർ, എഫസോസിലെ ഗ്ലാഡിയേറ്റർ. വിസിൽ മുഴങ്ങി ഏറ്റുമുട്ടാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ കരയ്ക്ക് നിൽക്കുന്ന ആളുകൾ തമ്മിൽ വാഗ്വാദമാകും. പെട്ടെന്ന് കയറി ഇടിക്കുകയല്ല, അതിലൊരു ആളുകളുടെ പണമൊക്കെ മേടിക്കണമല്ലോ, അതിനുവേണ്ടി പതുക്കെ ചെന്നു ഇങ്ങനെ അല്ല ചാളിക്കേറി കാള വരികയല്ല, ഒറ്റക്കുത്തിന് മലത്തി. അതിനകത്ത് എന്തോ ഒരു ഭംഗിയുള്ളത്. അപ്പോൾ വേണ്ട എന്നൊക്കെ ആലോചിച്ച്, ഈ ഭൂതം പോകുന്നോല, പോകണ്ട എന്നൊക്കെ ആലോചിച്ച് പോകുന്നോലാണ് പതുക്കെ. ഭൂതം പോകുന്നുമില്ല, നമുക്ക് വിടാനും ഒരു മടി, അതുമായിട്ടൊക്കെ സംസാരിച്ച് നമ്മളും ഒരു സന്തോഷത്തിൽ ഇങ്ങനെ പോവില്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. ഏറ്റുമുട്ടണോ വേണ്ടായോ ഇങ്ങനെയാണ് ഈ വരുന്നത്. ഇതൊരു ഇൻ്റർവെല്ല് പോലെ സംഭവം. അപ്പോൾ ഈ കരയ്ക്ക് നിൽക്കുന്ന ആളുകൾ പറയും, ഇന്ന് കാള ഈ മല്ലനെ കുത്തി മലത്തും. അപ്പോൾ അടുത്തവൻ പറയും, ചുമ്മാരി ഈ മല്ലൻ ഇതുപോലെ പലരെ മലത്തിയ, പല കാളകളെ മലത്തിയ മല്ലനായി പോകുന്നറിയോ? അല്ല, ചുമ്മാ അവൻ തോക്കത്തൊന്നുമില്ല. ഇത് പറഞ്ഞ് ഇവരങ്ങ് പ്രശ്നമാകും. ബഹളമാണ്. 2 പേര് ഇവിടെ ബഹളം, 4 പേര് അവിടെ ബഹളം, 5 പേര് അവിടെ ബഹളം, ആകപ്പാടെ ബഹളമാണെങ്കിൽ എന്തോ ചെയ്യും? പേടിക്കാനില്ല. അതിനകത്ത് തന്നെ നല്ല വിവരമുള്ള മനുഷ്യരുണ്ട്. അവരടുത്ത് വന്നിട്ട് പറയും, നിങ്ങൾ ബഹളം വെക്കാതെ, എന്താ പ്രശ്നം? ചേട്ടാ, അത് ഇവൻ പറയുക കാള ജയിക്കുമെന്ന്, അങ്ങനെയൊക്കെ പറയോ? അതിപ്പം നിങ്ങൾക്ക് തന്നെ അവിടെ പോകാം, കാള ജയിക്കുകയാണോ ജയിക്കട്ടെ, തനിക്കാണ്ട് പോയോ? ചേട്ടാ, അങ്ങനെയല്ല, കാള ജയിക്കില്ല, ഇവനെ ജയിക്കുള്ളൂ, അതല്ലേ പറഞ്ഞേ? മറ്റേ പുള്ളി പറയും, അങ്ങനെയല്ല, കാളയെ ജയിക്കുള്ളൂ, ഇവന് വിവരമില്ല. ഇത് കേട്ടി സമാധാന കാംക്ഷയായ ആൾ പറയും, നമ്മൾ മനുഷ്യരല്ലേ, കാളയോ മനുഷ്യനോ ആരെങ്കിലും ജയിക്കട്ടെ, നിങ്ങളവിടെ നിൽക്കുക. പിന്നെ നിങ്ങൾ ഈ തർക്കിക്കരുതെന്ന് ഞാൻ പറയല, നിങ്ങൾ തർക്കിക്കണം. ഒരു കാര്യം ചെയ്യും, കാള ജയിക്കുന്നെങ്കിൽ താൻ ഇവനൊരു 100 വെള്ളി നാണയം കൊടുക്കണം. അല്ല, മല്ലനാ ജയിക്കുന്നെങ്കിൽ താൻ ഇങ്ങോട്ട് കൊടുക്കണം. അതിങ്ങനെ നന്നാട്ടെ. പിന്നെ ഇത് മാന്യമായിട്ട് പരിഹരിച്ച ആളെന്നുള്ള നിലയിൽ ഒരു ചെറിയ കമ്മീഷൻ എനിക്ക്. മനസ്സിലായോ? ചൂതുകളി, ഇതിൻ്റെ മറവിലൊരു ചൂതുകളി. അന്നത്തെ ആളുകൾ ഈ കാളക്കുറ്റനോട് മത്സരിക്കുന്നത് അന്നത്തെ ചെറുപ്പക്കാർക്ക് വലിയൊരു ഹരമായി. ആളുകളെല്ലാം ഇത് സ്വാധീനിക്കും. ചിലർക്ക് സമനില തെറ്റുക, ഇങ്ങനെ പന്തയം വെച്ച് എന്തൊക്കെയാണ് പന്തയം വെക്കുന്നത്? വീടും പുരയിടം ഒക്കെ വെച്ചു, അത് തീർത്തവൻ ചീട്ടുകളി പോലെയാണ്. അപ്പനെ അമ്മയെല്ലാം കൊണ്ട് തെരുവിൽ വിറ്റു, വിലപേശി അടിമകളായിട്ട് വിറ്റു, ഭാര്യയൊക്കെ പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ പണയം വെച്ചിട്ടുള്ള ചൂതുകളിയാ. പരിണിത ഫലമായി നോക്കി നിൽക്കുക ആളുകൾ കോടീശ്വരന്മാരാകുക. ഒന്നുമില്ലാത്തവൻ കോടീശ്വരനാകും. പന്തയത്തിൽ ഏതെങ്കിലും വിധത്തിൽ അക്കടിച്ചാൽ മതി, തിരിച്ച് സകലതുമുള്ളവൻ നഷ്ടപ്പെടുക. ഈ വേരിയേഷനിൽ സമനില തെറ്റിയ ഒത്തിരി ആളുകളെ ആ നാട്ടിൽ കാണാം. അനാരോഗ്യങ്ങളും പെട്ടെന്ന് കാശായവനും വീണ്ടും കാശ് കളഞ്ഞവനും അവിടെ നിൽക്കേ. ചെറുപ്പക്കാർ മറുവശത്ത് ഇങ്ങനെ ആരോഗ്യമുണ്ടാകാനുള്ള പരിപാടിയാണ്. ഗ്ലാഡിയേറ്ററാകണം. മാത്രമല്ല, അന്നത്തെ സ്ത്രീകൾ ഈ ഗ്ലാഡിയേറ്റർമാരെ വിവാഹം കഴിക്കാൻ മത്സരിച്ചു. എന്തിന് വിവാഹിതരായ സ്ത്രീകൾ പോലും പറയും, നിങ്ങൾ കാളക്കുറ്റിനോട് പോയി
ആക്രമണം നടത്തിയിട്ട് വരാൻ പറയും. നമ്മളൊക്കെ അന്ന് ജനിക്കാഞ്ഞ നന്നായി, അല്ലെ ഫ്രിഡ്ജ് മേടിക്കണമെന്നും പറഞ്ഞ് അച്ഛൻ പോയി കാലോട് പിടിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയും അല്ലേ? ആ, അപ്പോൾ കൃപയാൽ നമ്മൾ ആ ഒരു കാലത്ത് ജീവിക്കാത്ത ഓർത്തുകൊണ്ട് ദൈവത്തിന് മുഖത്ത് ഉറപ്പിക്കാൻ ബാധ്യസ്ഥരാ. പോട്ടെ. അപ്പോൾ ഏതായാലും ഗ്ലാഡിയേറ്ററുടെ പരിപാടി മനസ്സിലായി, അർത്തമീസിനെ മനസ്സിലായി. ഇനി ഒരു കാര്യം കൂടെ ഉള്ളൂ, അത് കേൾക്കണം. ഞാൻ കൂടെ അങ്ങോട്ട് മാറിയിട്ട് വേറൊരു സ്ഥലമുണ്ട്. അവിടെ ഭീകരരൂപികളായ കുറേ മന്ത്രവാദികളിരിക്കുക. ശത്രുക്കളെ സംഹരിക്കുന്ന പണിയാണ് അവർ ചെയ്യുന്നത്. നിങ്ങളങ്ങോട്ട് ചെല്ലില്ലേ, അപ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കും. എന്ത് വേണം? ആ, അത് എൻ്റെ ശത്രുവുണ്ട്. ഓ, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. ഈ കൊട്ടേഷൻ സംഘത്തിൻ്റെ കാര്യം പറഞ്ഞല്ല, നമുക്കവനെ തകർക്കണം. ആ, അവനെ എങ്ങനെ തകർക്കണം പറ. അവൻ ഒറ്റയടിക്ക് മരിക്കണോ, ഘട്ടം ഘട്ടമായിട്ട് മരിക്കണോ, എങ്ങനെയാ പറ. പുള്ളി മന്ത്രം തുടങ്ങാൻ പോവാണ്. അവർ പറഞ്ഞ് ഒറ്റയടിക്ക് മരിക്കേണ്ട, അവൻ സകലതും അനുഭവിച്ച് ഘട്ടം ഘട്ടമായിട്ട് മരിക്കാൻ മതി. മറ്റേ പുള്ളിക്ക് അതാ സൗകര്യം. കൊണ്ട് പുള്ളി പറയും ആയിക്കോട്ടെ. ആദ്യം ഒരു കല്ലെടുക്കും, ആ കല്ലിലേക്ക് ഇവൻ്റെ പേരെഴുതും, നമ്മുടെ ശത്രുവിൻ്റെ. എന്നിട്ട് അവിടെ നിന്ന് പാമ്പുകളെ, ചില മൂർഖൻ പാമ്പുകളെ ഇവർ വളർത്തുന്നുണ്ട്. ഈ പാമ്പുകളെ കൊണ്ട് ഈ പേരിൽ കൊത്തിക്കും. ഇവിടെ കൊത്തുന്നതനുസരിച്ച് മറ്റവനവിടെ മരിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. മരിക്കോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല. ഒരു കൊത്ത് കിട്ടിക്കഴിയുമ്പോഴേക്ക് പറയും, കണ്ടോ അവൻ അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട്, ഒന്നുകൂടെ കൊത്തിക്കട്ടെ, കൊത്തിക്കൊള്ളാൻ പറയും. അങ്ങനെ ഫീസ് അടയ്ക്കണം. ഓരോ കൊത്തിനും പൈസയായി, ചുമ്മാ ഒന്നുമല്ല. ആ, അങ്ങനെ പണം വാങ്ങുന്ന ഒരന്ധവിശ്വാസം. രോഗവും ഇതുപോലെ കൊത്തിമാറ്റുമെന്നാണ് പറയുന്നത്. ഈ പാമ്പ് ദേവന് ഒരു പേര് പറയും, അസ്കലയോപയസ്. എങ്ങനെയാ? അസ്കലയോപയസ്. അസ്കലയോപയസിനെ കണ്ടിട്ടുള്ളവരുണ്ട് നമ്മളിൽ പലരും. ഡോക്ടേഴ്സോ മെഡിക്കൽ ലൈനിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും. നിങ്ങളുടെ ഫയലിൽ അണ്ട് പാമ്പിങ്ങനെ അങ്ങോട്ട് പിണഞ്ഞിട്ട് ഒരു വടിയുടെ അടുത്തിങ്ങനെ ഇരിക്കുന്നുണ്ടോ, അവൻ തന്നെ അസ്കലയോപയസ്. അതൊരു ഗ്രീക്ക് ഗോഡസാണ്. അത് എഫസോസിലേക്ക് വന്നപ്പോൾ ആരായി? ആ, അസ്കലയോപയസ്. മെഡിക്കൽ അതിൻ്റെ ആഗോള വ്യാപകമായ ലോഗോയാണ് ഈ കാണുന്നത്. പല രൂപത്തിൽ അതുണ്ട്. വടിയിൽ ചുറ്റിക്കിടക്കുന്ന പാമ്പ്. 3 കാരണങ്ങൾ മനസ്സിലായി. അവിടെയാണ് നമ്മുടെ പൗലോസ് ഒരു ദിവസം സുവിശേഷം അറിയിക്കാനായിട്ട് പോയത്. മനസ്സിലായ സംഘത്തിൻ്റെ ഗതികേട്. ഇതിനെ വേണം നേടാൻ. പക്ഷെ ഇന്ന് അവിടുന്ന് കുറേ പേരെ നമുക്ക് കിട്ടി. ചർച്ച അവിടെ പ്ലാൻ ചെയ്യുന്നത് അപ്പല്ലോസാണ്. അപ്പല്ലോസ് കൊരിന്തിലിരിക്കെ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി. അപ്പോസ്തല പ്രവൃത്തി 19 പറയാണ്, അദ്ദേഹത്താൽ കിട്ടിയ ആത്മാക്കൾ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അതിൽ പണ്ട് അസ്കലയോപയസിൻ്റെ പൂജാകേന്ദ്രങ്ങളിൽ പോയവരുണ്ട്, അർത്തമീസിനെ പൂജിച്ചവരുണ്ട്. അവിടെ വീണ്ടും കാളക്കുറ്റനോട് മല്ലുപിടിക്കുന്ന സംവിധാനങ്ങളിൽ ഇടപഴകിയവരുണ്ട്. പൗലോസ് പറയുക, കൃപയാലത്രേ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് പ്രവൃത്തികൾ കാരണമല്ല. മനസ്സിലായല്ലോ? അപ്പം ഈ ചർച്ചാണ് എഫെസോസ്. അവരോട് പറയുക, ഇവർ പിടിച്ചിരിക്കാനുള്ള ബുദ്ധിമുട്ടോർത്ത്, സർവൈവ് ചെയ്യാനുള്ള പ്രയാസമോർത്ത് അവിടെ. കാരണം ആ നാടിൻ്റെ നെറുകയിൽ തലയുർത്ത് നിൽക്കുന്ന ഇത്തരം ദുരാചാരങ്ങളോട് അടരാടി അവിടുന്ന് ആത്മാക്കളെ പിടിച്ചെടുക്കണമെങ്കിൽ വലിയ കഠിന പ്രയത്നം വേണം. ആ വചനം പറയുക, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, പ്രയത്നം അറിയുന്നു, സഹിഷ്ണുത അറിയുന്നു, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാ, അതും ഞാൻ അറിയുന്നു. ആശയം മനസ്സിലായോ? ആ, ഇനി വായിച്ചോളൂ. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ. വേറൊരു കൂട്ടരാണ് ഈ ചർച്ച വന്ന് ശല്യം ഉണ്ടാക്കിയ. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ സ്വയം അവർ പറഞ്ഞു, ഞാനൊരു അപ്പോസ്തലനാ. അപ്പോസ്തലനല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്ന ആളുകളെ കണ്ട് എന്താ പറഞ്ഞു? നീ പരീക്ഷിച്ചു കള്ളന്മാർ എന്ന് കണ്ടതും. ചുമ്മാ പറയാതെ അവരെ ഒന്ന് ടെസ്റ്റ് ചെയ്തു. കാരണം അവർക്കറിയാം അപ്പോസ്തലൻ ആരാ. കാരണം അവരെ പഠിപ്പിച്ച പൗലോസ്, അവർക്ക് വചനം ബോധ്യപ്പെടുത്തി കൊടുത്ത കർത്തൃദാസന്മാർ, അവരുടെ ക്വാളിറ്റി ഇവരിലുണ്ടോ എന്ന് പരിശോധിച്ച് അവർക്കൊരു കാര്യം പിടികിട്ടി, ഇത് അപ്പോസ്തലനല്ല പിന്നെ ആരാ? വായിച്ച്. കള്ളന്മാർ എന്ന് കണ്ടതും. കള്ളനാണെന്ന് നിനക്ക് മനസ്സിലായി.
എന്നിട്ട് നിനക്ക് സഹിഷ്ണുതയുള്ളതും. വീണ്ടും ആ പദം എടുത്തു പറയുക, നിനക്ക് ഭയങ്കര സഹിഷ്ണുതയാണ്. സഹിഷ്ണുതയുള്ള നിന്റെ 2 ഗുണങ്ങൾ കൂടി പറഞ്ഞു. കൊള്ളരുതാത്തവരെ സഹിക്കാനും വയ്യ, കള്ളയപ്പോസ്തലന്മാരെ കണ്ടപ്പോൾ തിരിച്ചറിയാനും പറ്റി. ഒപ്പം നിനക്ക് സഹിഷ്ണുതയുണ്ട്, നീ ടോളറേറ്റ് ചെയ്തവനാ, നീ പ്രവർത്തിച്ചവനാ, പ്രയത്നിച്ചവനാ, ഹാർഡ് വർക്ക് ചെയ്തവനാ, നീ സഹിഷ്ണുതയുള്ളവനാ, നീ ഈ ക്വാളിറ്റി എല്ലാം ഞാൻ കണ്ടു. എന്നിട്ട് എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും. ഈ കൂടാതെ നീ അനുഭവിച്ച കഷ്ടപ്പാട് എനിക്കറിയാം. എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചത്. ഇവിടെ വന്നിരിക്കുന്ന സഹോദരങ്ങൾ ജീവിതത്തിൻ്റെ അനുദിന ആവശ്യങ്ങളിൽ പല കഷ്ടപ്പാടുകൾ സഹിച്ചവരാ. പക്ഷേ ആ കഷ്ടപ്പാടുകൾക്കല്ല പ്രതിഫലമുള്ളത്. യേശു നിമിത്തം സഹിക്കേണ്ടി വന്ന ഏതൊരു അവഗണനയ്ക്കും വലിയ പ്രതിഫലമുണ്ടെന്ന് പറയുക. അല്ലയോ യേശുസഭയെ, എൻ്റെ നാമത്തിൽ നീ സഹിച്ചതും. പിന്നെ തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. തളർന്നില്ല. ചിലർക്ക് പെട്ടെന്ന് തളർച്ച വരും. ആത്മീക മാന്യം. കാത്തിരിക്കുന്നൊരു ദൈവസഭയ്ക്ക് ആത്മീക മാന്യം പാടില്ല, തളർച്ച പാടില്ല. നീ തളർന്നു പോകാഞ്ഞത് ഞാൻ അറിയുന്നു. പിന്നെ എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. എങ്കിലും ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. പ്രശംസിച്ച കർത്താവ് ഒരു കുറ്റം പറയുമ്പോൾ കേൾക്കാൻ മടിക്കണ്ട. കർത്താവ് നമ്മെ വിചാരണ ചെയ്താൽ നിന്നു കൊടുക്കാനും മടിക്കണ്ട. എന്തേ കാര്യം? അവൻ നമ്മെ ശിക്ഷിച്ചാൽ പോലും മറക്കരുത്. കാരണം അടിക്കുന്നത് ദൈവമാണെങ്കിൽ മുറിവ് കിട്ടുന്നവൻ അവനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നമ്മെ ശിക്ഷിക്കാൻ അധികാരമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ശാസന കേൾക്കാം. എന്താ അവിടുന്ന് പറയുന്നത്? വായിച്ചോളൂ. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത്. അതിന് മുമ്പ് ഒത്തം വായിച്ചില്ല. എൻ്റെ മുമ്പ് എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ്. അത് വലിയൊരു കുറവാണ്. കാരണം നമ്മളൊക്കെ വിവാഹിതരാണല്ലോ. നമുക്ക് സഹോദരിമാരോട് ആദ്യം കണ്ട ആ സ്നേഹത്തിൽ ഇങ്ങനെ തുടർന്ന് അത് പ്രകടിപ്പിക്കാനൊക്കെ നേരം കിട്ടുമോ വെച്ചാൽ ഈ തിരക്കിനിടയ്ക്ക് പറ്റില്ല. ഞാൻ ഈ വീട്ടിലധികം സംസാരിക്കുന്ന ഒരാളല്ല. വല്ലതും വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. ഈ സഹോദരിമാർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് അവർക്കൊരു ചെറിയ പ്രശ്നം. അപ്പോൾ അങ്ങനെ വന്നൊരിക്കൽ എൻ്റെ ഭാര്യ പറഞ്ഞു, ഞാൻ പറയുന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് എന്തോ ചെറിയ പരിഭവം. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, നമുക്ക് വായിക്കാനും പഠിക്കാനും ഒക്കെ ഒത്തിരി കിടക്കുന്നു. അപ്പം അതുകൊണ്ട് അത് വന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആദ്യകാലത്ത് ചെറിയ പരിഭവം പോലെ ആയിപ്പോയി. ഞാൻ മിണ്ടുന്നില്ലല്ലോ എന്നുള്ളതാണ് പരാതി. മിണ്ടണ്ടതൊന്ന് കേട്ടാൽ മതി, മിണ്ടണമെന്ന് പോലും എനിക്കിരുന്ന് കേട്ടാൽ മതി, കേൾക്കില്ല എന്ത് ചെയ്യുന്നത്. അങ്ങനെ വന്ന് ഞാനങ്ങ് കേൾക്കാമെന്ന് തീരുമാനിച്ചു. പറ്റിപ്പോയില്ലേ, ഇനി കേൾക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ എന്തോ ഈ കേൾക്കാതിരിക്കുന്നത് എന്താ? പത്രക്കാരൻ അതിലേ വന്നിട്ട് ഇതിലേ തിരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. പാലും കൊണ്ട് വരുന്ന പയ്യൻ വടക്കൂടെ വന്നിട്ട് ഇന്ന് പടിഞ്ഞാറോട്ടാണ് പോയേക്കുന്നത് കേട്ടോ. പണ്ട് നമ്മളിത് കേൾക്കുകയില്ല. കേൾക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, കൊള്ളാമല്ലോ. പുള്ളിക്കാരി ഭയങ്കര സന്തോഷമായി. അത് പിന്നെ ഒരു കാക്ക വടക്കൂന്ന് തെക്കോട്ട് പറക്കുന്നുണ്ട്. അമ്പടാ, ഭയങ്കരമായിപ്പോയല്ലോ. ഇങ്ങനെ കേട്ട് വന്നപ്പോഴേക്ക് കുടുംബജീവിതം അങ്ങ് വിജയിച്ച്. ഇത്രയും കാര്യമുള്ളൂ. മനസ്സിലായോ? നമ്മൾ ഈ ആഗോളവൽക്കരണമോ ഉദാരവൽക്കരണമോ ഒക്കെ ചിന്തിച്ചതിൻ്റെ ഇടയ്ക്ക് ഇത് കാക്ക പറക്കുന്നതങ്ങ് കേട്ടോണം. അത്രയും വിഷയമുള്ളച്ചാ, നിസാര കാര്യമുള്ളൂ. നമ്മൾ ഈ പയ്യാർ സ്കോഡും 2 പയ്യാറും ഒക്കെ പൂരിപ്പിച്ച് ജീവിതത്തിന് കണക്ക് പിന്നെയും പൂരിപ്പിച്ച് ഇങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് നമ്മൾ വന്നിട്ട് പറയാം, പാലും കൊണ്ടുവരുന്ന പയ്യൻ സൈക്കിളിൽ നിന്ന് വീണെന്ന് പറയുമ്പോൾ അയ്യോ എന്നൊന്ന് വെക്കാൻ പൈസയ്ക്ക് ചിലവില്ലുണ്ടോ? അത്രേ ഉള്ളൂ. ഒന്നും ഞെട്ടിയാൽ മതി, ജീവിതം വിജയിക്കും. അതിനുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞിരുന്നത്. കല്യാണം കഴിക്കാത്ത പിള്ളേരെ കൊണ്ട് കേട്ടോ, ലൈവിലൊക്കെ ഇരുന്ന് ചെറുപ്പക്കാർ കാണുന്നുണ്ട്. ഇതാ ജീവിതം, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ കേട്ടു. പക്ഷെ ഒരു കാര്യം, യാജ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നതൊരു കുറ്റമല്ലേ? കുറ്റ. പക്ഷെ ഏതെങ്കിലും ഒരു കോർട്ട് ഈ കേസെടുത്തിട്ട് ബന്ധം പിരിച്ചു വിടുമോ? പെണ്ണുകൊണ്ട് കേസ് കൊടുത്തു, അല്ലെ ഭർത്താവ് കൊണ്ട് കേസ് കൊടുത്തു. ഭർത്താവ് കേസ് കൊടുക്കുക, എന്താ ഇവർക്ക് എന്നോട് പഴയ സ്നേഹമില്ല, ബഹുമാനപ്പെട്ട കോടതി ബന്ധം പിരിച്ചു തരണം. ഓടാന്ന് പറയും. അവൾ ജീവിതത്തിൻ്റെ അനുദിന കഷ്ടപ്പാടി കുഞ്ഞുങ്ങളെ നോക്കുന്നു, ചാട്ടി ഇസ്തിരി ഇടുന്നു,
പാല് മേടിക്കാൻ പോകുന്നു, അതിൻ്റെ ഇടയ്ക്ക് ആദ്യ സ്നേഹം ഇല്ലെന്ന് ഓടിക്കും നമ്മളെ. കാരണം അത് സഫിഷ്യൻ്റ് റീസൺ അല്ല. പെണ്ണ് കൊടുത്താലും രക്ഷയില്ല, ഇതൊരു റീസൺ അല്ല. പുള്ളി ഉപദ്രവിച്ചോ? ഇല്ല. തെറി പറഞ്ഞോ? ഇല്ല. വഴക്ക് പറഞ്ഞോ? ഇല്ല. പിന്നെന്താ പ്രശ്നം? ആദ്യ സ്നേഹമില്ലെന്ന്. കോടതി പറയും പോയി മര്യാദയ്ക്കിരിക്കും, ഇവിടെ കൗൺസിലിങ്ങിന് വിട്, അത്ര ഉള്ള സ്ഥിതി. പക്ഷെ ഈ കോടതി അങ്ങനല്ല. ഈ കോടതി എങ്ങനെ പെരുമാറുമെന്ന് നോക്കി. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് ഇതൊന്ന് നീ ശരിയാക്കി എടുത്താൽ മതി. എന്നാല് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. കണ്ടോ, കേസ് ഗൗരവമുള്ളതല്ലേ? ആദ്യ സ്നേഹമില്ലാതെ വരണ്ടുണങ്ങി നീ വന്നാൽ ഈ കല്യാണം നടക്കില്ലെന്ന്. ഈ കാന്തന് വേണ്ടെന്ന്. കാന്തൻ പണം ചോദിച്ചില്ലല്ലോ, കാന്തന് വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ. എൻ്റെ കഷ്ടപ്പാടും ഒക്കെ അറിയാം. അത് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമായി നിനക്ക് തോന്നില്ലായിരിക്കാം. പക്ഷേ ആദ്യ സ്നേഹം പൂരിപ്പിക്കാതെ നീ ഇരുന്നാൽ ഞാൻ വരികയും നിന്റെ നിലവിളക്ക് സ്വസ്ഥാനത്ത് നിന്ന് എടുത്തു നീക്കുകയും ചെയ്യും. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട നാളിലെ സന്തോഷത്തിനായി നമുക്ക് യേശുവിൻ്റെ പാദാന്തിയെ തിരിച്ചു നടക്കാം. ഈ കാന്തനോടുള്ള നമ്മുടെ തികവാർന്ന സ്നേഹം കൂടുതൽ ഫലപ്രദമാകാൻ ഈ വചനം പര്യാപ്തമായി തീരട്ടെ. ഏത് പ്രതിസന്ധിക്കകത്തും ഈ കാന്തനെ സ്നേഹിക്കാൻ ഒരു കാരണമുണ്ട്. അതുകൂടി ഞാൻ പറഞ്ഞു വരാം. ഈ ലോകത്തെവിടെങ്കിലും ഒരു വിധത്തിലും ചേരാത്ത ഒരു വിവാഹം നടന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പണം, സൗന്ദര്യം, കുലമഹിമ, വിദ്യാഭ്യാസം, മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന ആ ഘടകങ്ങളെല്ലാം എടുത്തിട്ട് ഇതൊരു വിധത്തിലും ചേരാത്ത ഒരു കല്യാണം ലോകത്തൊന്നും ഇല്ല. ഉണ്ടോ? എല്ലാം ചേർന്നില്ലെങ്കിലും ഏതാണ്ടൊക്കെ ചേർന്നൊരു രീതിയിലല്ലേ ലോകത്ത് നടക്കുന്നത്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഏതോ അബദ്ധം പറ്റുമല്ലോ ഇരിക്കുന്നല്ലോ. എന്നാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒരു വിധത്തിലും ഒരു ക്വാളിറ്റി, ഒരു യോഗ്യത ഇല്ലാത്ത ഒരാളാണ് എൻ്റെ പാർട്ട്ണറെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചെറുപ്പക്കാരൻ പറയാം, ഞാൻ ഈ പണമൊന്നും നോക്കിയില്ല. പണം നോക്കിയില്ലെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസവും മറ്റ് ഘടകങ്ങളും ഒക്കെ നോക്കി, പെണ്ണിൻ്റെ സ്മാർട്ട്നെസ്സും ഒക്കെ നോക്കി. ഒരുത്തൻ പറയാം, ഞാൻ സൗന്ദര്യമൊന്നും കാര്യമായിട്ട് നോക്കിയില്ല. അപ്പോൾ അവൻ ഇഷ്ടം പോലെ കാശ് കിട്ടിയതാ. ഇങ്ങനെ പല കാര്യമുണ്ട്. ഒത്തിരി ഘടകങ്ങളിൽ ഏതെങ്കിലും കുറേ കാര്യങ്ങളിൽ പൊരുത്തം വരുമ്പോഴാണ് ഒരു വിവാഹം. ലോകത്ത് പക്ഷെ അങ്ങനല്ലാത്ത ഒരു കല്യാണമേ ഉള്ളൂ. ഒരു യോഗ്യതയില്ല, ഒരു ക്വാളിറ്റി ഇല്ല, ഒരു കുലമഹിമയില്ല. അങ്ങനെ ഒറ്റ കല്യാണമേ ഉള്ളൂ. അത് ക്രിസ്തു തൻ്റെ കാന്തയെ, അയോഗ്യരായ നമ്മെ അവൻ സ്നേഹിച്ച മഹാസ്നേഹം, കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം യോഗ്യത നോക്കി അല്ല. ദൈവം ഒരു കൃപ കൊടുത്തതും യോഗ്യത നോക്കിയല്ല. പാട്ടുപാടാൻ ഒരു താലന്തുണ്ടോ? യോഗ്യതയേ അല്ല. അയോഗ്യനായ എന്നെക്കൊണ്ടവൻ പാടിക്കുക, അയോഗ്യനായ എന്നെക്കൊണ്ടവൻ പ്രസംഗിപ്പിക്കുക, അയോഗ്യനായ എന്നെക്കൊണ്ടവൻ അവൻ്റെ പ്രവൃത്തി ചെയ്യിക്കുക. ഒരു യോഗ്യതയുമില്ലാതെ നമ്മെ തിരഞ്ഞെടുത്ത ആ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ, അതിൻ്റെ ആർദ്രതയിൽ, അതിൻ്റെ തീവ്രഭാവത്തിൽ ഒരുമിച്ച് നടന്നില്ലെങ്കിൽ എന്ത് ഭവിക്കുന്ന പറഞ്ഞേ? ഞാൻ വരികയും നിന്റെ നിലവിളക്ക് സ്വസ്ഥാനത്ത് നിന്ന് എടുത്തു നീക്കുകയും ചെയ്യും. പിന്നെ എങ്കിലും നിക്കോലാവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. നിക്കോലാവോസ് സാധാരണ ഇതിന് കൊടുക്കാറുള്ള ഒരർത്ഥം, ഇതൊരു പൗരോഹിത്യ ശക്തിയാണെന്നാണ്. നമുക്കതൊന്ന് വ്യാഖ്യാനിച്ചു വരാൻ നേരം പോരാ. നിക്കോലാവ്യനെ പകയ്ക്കുന്നു. ഇത് നിക്കോലാവോസ് എന്ന ഒരു മനുഷ്യനെ ആധാരമാക്കി ഉണ്ടായ പിൽക്കാലത്തെ ഒരു കൾട്ടായിരുന്നു എന്നാണ് ഒരു വാദം. അതെന്തുമാകട്ടെ, ഒറ്റ വാക്കിൽ പറയാം, നാം പകയ്ക്കേണ്ട ഒരു ഘടകം. അപ്പോൾ ഈ സഭയിൽ നമ്മൾ കണ്ടത് അനിവാര്യതകൾ ചിലത് കണ്ടു. ഒന്ന് ഫോളോ ചെയ്യേണ്ടത്, രണ്ട് റിജക്റ്റ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ആളുകൾ ഈ റിജക്റ്റ് ചെയ്യേണ്ട ഭാഗത്ത് മിണ്ടാതിരിക്കും. നമ്മളെന്തിനാ അത് പറയുന്നത്? വിട്, നമുക്കെന്തിനാ അപ്രിയ സത്യങ്ങളുടെ വിചാരകനായിരിക്കേണ്ടത്? അതുകൊണ്ട് കള്ളയപ്പോസനാണ് പുള്ളി അവിടെ കുറച്ചൊരു ഇരുന്നോട്ട് പോക്കട്ടെന്നേ, നമ്മളെന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ?
നോ, എഫെസോസ് സഭ കള്ളയപ്പോസ്തലനെ കണ്ടിട്ട് പരീക്ഷിച്ചറിഞ്ഞു, നീ സ്യൂഡോ അപ്പോസ്തലാണ്. അവനെ പുറത്താക്കി. അവന് കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാ, അത് ഞാൻ അറിയുന്നു. നിക്കോലേവിനെ നീ പകച്ചു, അത് ഞാനും പകയ്ക്കുന്നു. പിന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആദ്യം നമ്മൾ കണ്ടത് ആത്മാവ്, അത് എഫെസോസ് സഭയുടെ ദൂതൻ എഴുതുക, സഭയുടെ ദൂത് തീരുമ്പോൾ പറയുക ആത്മാവ് സഭകളോട് ബഹുവചനം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ ദൂത് കൊടുക്കുന്നതിൽ ആരൊക്കെ ഇടപെട്ടു. വെളിപ്പാട് 1 വായിച്ചാട്ടെ. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. ആർക്ക് കൊടുത്തുന്ന ദൈവം അത് ആർക്ക് കൊടുത്തു? യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. വെളിപ്പാടിന്റെ പ്രയോഗമാണ് അപ്പോക്കലിപ്സിസ്. യേശുക്രിസ്തുവിന്റെ അപ്പോക്കലിപ്സിസ്. അപ്പോക്കലിപ്സിസ് അതിൻ്റെ അർത്ഥം മറനീക്കി വെളിപ്പെടുത്തുക, ഗൂഢമായതിനെ പ്രദർശിപ്പിക്കുക, റിവീലിംഗ് എ സീക്രട്ട് സീക്രട്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് യേശുക്രിസ്തുവിന് കൊടുത്തു. അപ്പോൾ ഗോഡ് ദ ഫാദർ ടു ഗോഡ് ദ സൺ. ദെൻ അടുത്തെന്താ? ഇപ്പോൾ പറയാണ് ആത്മാവ് സഭകളോട് പറയുന്നു. അപ്പോൾ വെളിപ്പാടിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സഹകരിക്കുന്നു. ഓക്കെ, പലർക്കും അറിയില്ല എന്താണ് ഈ ട്രിനിറ്റി. ഈ പുസ്തകമാണ് ട്രിനിറ്റിയെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതൊന്ന് ഗ്രഹിച്ചു പോകാം. കാരണം ഇത്തരം വസ്തുക്കൾ പഠിക്കുമ്പോൾ ഉപദേശം കൂടി പഠിച്ചു പോകണം. എന്താ ഈ ട്രിനിറ്റി? ആദ്യം പറയാം. ഒരു ദൈവം 3 അവതാരം എടുത്തതല്ല ട്രിനിറ്റി. അവതാരം എന്നൊരു പദം ബൈബിളിലില്ല. God incarnated in the flesh. അങ്ങനില്ല ബൈബിളിൽ. Not incarnation, but God manifested in flesh. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. നോട്ട് ഇൻകാർണേഷൻ. മനസ്സിലാകുന്നു? ക്രിസ്തു ജഡാവതാരമല്ല, ജഡമെടുത്തു വന്നവനാണ്. വ്യത്യാസം പിടിയോ? നോട്ട് ഇൻകാർണേഷൻ ബട്ട് മാനിഫെസ്റ്റേഷൻ. അതാണ് ക്രിസ്തുവിൽ സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ട്രിനിറ്റി എന്ന് പറയുന്നതിന് മുമ്പ് എന്തല്ല ട്രിനിറ്റി എന്ന് പറയാം. 3 ദൈവമല്ല ട്രിനിറ്റി, പക്ഷെ 3 പേരാണ് ട്രിനിറ്റി. 3 പേഴ്സൺസ് ബട്ട് ഇൻ എസൻസ് ദേ ആർ വൺ. അതാണ് ട്രിനിറ്റി. ഈ കണക്കെങ്ങനെ നോക്കുന്നേ? ദൈവം പിതാവ് ഒരാളല്ലേ? തീർച്ചയായിട്ടും. പുത്രൻ ഒരാളല്ലേ? തീർച്ചയായിട്ടും. പരിശുദ്ധാത്മാവ് ഒരാളല്ലേ? അപ്പം 3 ആകുമോ? 3 ആളാകും, പക്ഷെ ദൈവം ഒരുവനാണ്. ദൈവം ഒരുവൻ. അപ്പോൾ പിതാവ് ദൈവമാണോ? സമ്പൂർണ്ണ ദൈവം. പുത്രൻ ദൈവമാണോ? സമ്പൂർണ്ണ ദൈവം. പരിശുദ്ധാത്മാവ് ദൈവമാണോ? സമ്പൂർണ്ണ ദൈവം. അപ്പം 3 ദൈവങ്ങളോ എന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്, മറിച്ച് ഒരു ദൈവം. ആ ദൈവം എന്ന് പറയുന്നത് 3 പേഴ്സൺസ്, 3 പേരുണ്ട്. അതൊന്ന് വ്യക്തമാക്കാനായിട്ടുണ്ട്. പിതാവ് ഇല്ലാതിരുന്ന കാലമില്ല, പിതാവില്ലാതിരിക്കുന്നൊരു കാലമില്ല, യേശുക്രിസ്തു ഇല്ലാതിരുന്നൊരു കാലമില്ല, യേശു ഇല്ലാതിരിക്കുന്നൊരു കാലമില്ല, പരിശുദ്ധാത്മാവ് ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. മനസ്സിലായല്ലോ? 3 എസൻസിലൊന്നെങ്കിലും പിതാവ് പുത്രനല്ല, പുത്രൻ പരിശുദ്ധാത്മാവുമല്ല, പരിശുദ്ധാത്മാവ് പിതാവുമല്ല. 3 ആളുകൾ, 3 പേഴ്സൺസ്, ബട്ട് ഇൻ എസൻസ് ദേ ആർ വൺ. ഇതാണ് ദ ഡോക്ട്രിൻ ഓഫ് ട്രിനിറ്റി. ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് ഒന്ന് വന്നാൽ, ഈ ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ, ഇതിനകത്തൊരു പഠനം ആവശ്യമായിട്ടുണ്ട്. ചില ആളുകൾ പറയുന്നത് ഇത് യേശു തന്നെ, പിതാവ് തന്നെ യേശു ആകുകയായിരുന്നു. പിതാവ് തന്നെ യേശു ആകുമ്പോൾ പിതാവ് കാണാൻ പാടില്ലല്ലോ പിന്നെ. പക്ഷേ യേശു അപ്പോൾ ഒരാളെ വിളിക്കുന്നുണ്ട് പിതാവേ, അല്ലേ? 2 ഒരാളല്ല.
വലിയൊരു തെളിവ് ഞാനൊരാൾ ചോദിച്ചു. ഗേസമനെ വെച്ച് യേശു പറഞ്ഞു, പിതാവേ നിൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടമല്ല, പിന്നെ നിൻ്റെ ഇഷ്ടം. രണ്ടും ഒരാളാണ്. എങ്ങനെ പറയണമായിരുന്നു? പിതാവേ എൻ്റെ ഇഷ്ടമല്ല, പക്ഷേ എൻ്റെ ഇഷ്ടം. അങ്ങനെയാണോ പറഞ്ഞേ? അല്ല, പിന്നെ എങ്ങനെ പറഞ്ഞേ? എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം. അപ്പോൾ നമുക്ക് ട്രിനിറ്റി അല്ല നമ്മുടെ ടോക്ക്. ട്രിനിറ്റിയെക്കുറിച്ചുള്ള എൻ്റെ പഠനം IBT മീഡിയയിൽ കിടപ്പുണ്ട്. നിങ്ങൾക്കത് സമയോചിതം കാണാം. ഒത്തിരി ഡിബേറ്റുകൾ കിടപ്പുണ്ട്. ഫേസ്ബുക്കുള്ളവർക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. ഇതിനുശേഷം ആളുകൾ എന്നെ സമീപിച്ചാൽ ജോയിൻ ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. ചിലരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ഈ വെളിപ്പാട് തരുന്നിടത്ത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമ്മേളിച്ചു. പിതാവ് പുത്രൻ നൽകി. പുത്രൻ തൻ്റെ ദൂതൻ മുഖാന്തരം യോഹന്നാന് പ്രദർശിപ്പിച്ചു. യോഹന്നാൻ കണ്ടു. ആത്മാവ് സംസാരിച്ചു. ആത്മാവ് സഭകളോട് പറയുന്നു. മനസ്സിലായല്ലോ? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് യൂണിവേഴ്സലാകുന്നു. അവിടുന്ന് മെസ്സേജ് വ്യക്തിപരമായി ആരംഭിക്കുന്ന സന്ദേശം അല്പം കഴിയുമ്പോൾ യൂണിവേഴ്സലാകും. അത് ബൈബിളിൻ്റെ സ്വഭാവമാണ്. എഫേസ്യർക്ക് ലേഖനം എഴുതിയാൽ ആ വാക്യങ്ങൾ എഫെസോസുകാർക്ക് മാത്രമല്ല, എക്കാലഘട്ടത്തിലെയും ദൈവസഭയ്ക്കാണ്. ചിലർ പറയാം അതങ്ങനല്ല, അത് കൊരിന്തിലെ പ്രത്യേക സാഹചര്യത്തിൽ എഴുതിയ. എല്ലാം പ്രത്യേക സാഹചര്യത്തിൽ എഴുതിയ അല്ല, ചുമ്മാ ഇരുന്നപ്പോൾ എഴുതിയേക്കാന്ന് ഓർത്തല്ല. അപ്പോസ്തലൻ അങ്ങനെ കുറച്ച് നാൾ ഇരുന്നപ്പോൾ ഓർത്തു, റോമർക്ക് ഒരു ലേഖനം എഴുതിയേക്കാം, വെറുതെ ഇരിക്കല്ലേ. അങ്ങനെ എഴുതിയാണോ? എത്ര കാലമാണ് ചുമ്മാ കുത്തിപ്പിടിച്ചിരിക്കുന്നത്? പിടിച്ചോ എന്ന് പറഞ്ഞ് എഴുതിയല്ല. എല്ലാം പ്രത്യേക സാഹചര്യത്തിലാണ്. അന്യഭാഷയെക്കുറിച്ചൊരു ഡിബേറ്റ് അവിടെ കിടപ്പുണ്ട്. അതിൽ ഞാൻ ഈ കാര്യം പറയുന്നുണ്ട്. അതിൽ ചില പറയുന്ന ഈ 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ പറയുന്നതൊക്കെ അന്നത്തെ കൊരിന്ത്യ സഭയിൽ നടന്ന ചില പ്രശ്നങ്ങൾക്കെതിരെ എഴുതിയെന്നേ ഉള്ളൂ. അതിന് കാലിക പ്രസക്തി ഇല്ല. അപ്പം ഞാനവരോട് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ അറിയപ്പെടേണ്ടത് 65 വേദക്കാർ എന്നാണ്. കാരണം എന്താ? അരപ്പുസ്തകം വേണ്ട, 66 പുസ്തകം വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇതിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അനുഗ്രഹമാകട്ടെ ശാപമാകട്ടെ മനുഷ്യരാശിക്ക് മൊത്തം ബാധകമാണ്. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ രൂപത്തിലെല്ലാം പഠിച്ചു പോകാൻ നേരമില്ല നമുക്കതുകൊണ്ട്. ബാക്കി 7 എണ്ണം ഘട്ടം ഘട്ടമായിട്ട് ഇടയ്ക്കൊക്കെ പറഞ്ഞോളൂ, ആവശ്യമുള്ള ചരിത്രം, അല്ലെങ്കിൽ മുഷിഞ്ഞു പോകും. അപ്പോൾ പെട്ടെന്ന് വിട്ടു. അടുത്തത് വായിക്കാം. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവന് കിട്ടുന്നത് ജീവവൃക്ഷത്തിന്റെ ഫലം. ഏതൊരിൽ നഷ്ടപ്പെട്ടതെന്തോ അത് ജയാളിക്ക് നിത്യതയിൽ കിട്ടും. ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഏതെനില്ല ഫലം വെച്ചത് നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടിയാണ്, വെച്ചതല്ല. പക്ഷെ അതിന് സമയമുണ്ട്. ദൈവം അനുവദിക്കുമ്പോൾ ഭക്ഷിക്കാനല്ല. ഇങ്ങനെ പഴയ ഇരിപ്പുണ്ട്, കണ്ടോ എന്ന് പറഞ്ഞാൽ വെച്ചേക്കല്ല. തിന്നരുത് ഇപ്പോഴും ദൈവം പറഞ്ഞു. അതിന് ടൈമുണ്ട്. നമ്മൾ പിറന്ന് വീഴുന്നൊരു കുഞ്ഞിനെ കാണാൻ പോകുമ്പോൾ മട്ടൻ ബിരിയാണി മേടിച്ചോണ്ടാണോ പോയെന്നേ? ആണോ? നല്ല സാധനമല്ലേ, കുഞ്ഞിന് ഇത് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്നാൽ ഇതുപോലെ കുഞ്ഞിന് മേടിച്ചു കൊടുത്ത സാധനം എന്തുവാ? 2-3 മാസമുള്ള പിള്ളേർക്ക് വല്ല ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ അത്തരം പൊടി ഐറ്റംസൊക്കെ ഉണ്ട് കൊടുക്കുന്നല്ലേ. അതുപോലെയാണോ 10-40 വയസ്സുള്ള ഒരാളെ കാണാൻ പോയാൽ ഇത് മേടിച്ചുകൊണ്ട് പോവോ? ഇല്ല. അപ്പോൾ ആദമിന് ദൈവം വെച്ചതാ. അപ്പോൾ ഇവിടെ നിന്നൊരു കാര്യം കൂടെ നമുക്ക് തുടങ്ങാം. ആരാണ്ടൊക്കെ ഫേസ്ബുക്കിൽ ചോദിച്ചുള്ള ചോദ്യത്തിന് മറുപടിയും കൂടെ ആയിക്കോട്ടെ. ആദം 930 സംവത്സരം വരെ ജീവിച്ചിരുന്നു, പിന്നെ അവൻ മരിച്ചു. അതിനോട് എനിക്ക് യോജിപ്പുണ്ട്. അത്രയും തന്നെ കൂടിപ്പോയി എന്നാണ് എൻ്റെ ചിന്ത. പിന്നെ ദൈവമല്ലേ, ദൈവം എത്ര നീട്ടിക്കോട്ടെ. ആദം 930 സംവത്സരം ജീവിച്ചിരുന്നു, പിന്നെ അവൻ. അപ്പോൾ ഈ ആദമിൻ്റെ 1 വയസ്സെന്നാ? 1 വയസ്സെന്നാണ്. 2 വയസ്സുള്ള ആദമിനെ നിങ്ങൾ കണ്ടോ? 5 വയസ്സുള്ള ഓമനത്തിങ്കൾ കിടാവോ പാടുന്ന പ്രായത്തിലെ ആദമിനെ കണ്ടോ? ഇല്ല. ഈ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പാടുന്ന ആദമിനെ കണ്ടോ? ഇല്ല. നമ്മൾ കാണുമ്പോൾ കല്യാണ പ്രായത്തിൽ നിൽക്കുന്ന ഒരു ആദമിനെ കണ്ട. പെട്ടെന്ന് കല്യാണം നടന്നു.
ജനനവും കല്യാണവും എല്ലാം ഒരുമിച്ചായിരുന്നു. എന്ന് പറഞ്ഞാൽ വലിയ അകലമില്ലാതെയായിരുന്നു. യൗവനക്കാരനായ ഒരാദമിനെ നമ്മൾ കണ്ട് ആണോ? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയോ, എന്താണ് ഈ പ്രായം? പ്രായമെന്നത് മനുഷ്യൻ മരണത്തിലേക്ക് നടക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. മനസ്സിലായോ? ഇല്ല ഇല്ല. നമുക്ക് പ്രായമാകുന്ന എങ്ങോട്ടാ? ഒടുവിൽ ചെന്ന് നമ്മൾ ലോ ഓഫ് ഗ്രാവിറ്റിക്കെതിരെയാണ് ഈ വളരുന്നത്. ഭൂമിക്കൊരു നിയമമുണ്ടല്ലോ, അങ്ങോട്ട് വലിക്കുമെന്ന്. ആ നിയമത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ മുകളിലോട്ട് വളർന്നു. ഭൂമി പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഇല്ലില്ല, എനിക്ക് മുകളിലോട്ട് പോകണം. വളർന്ന് 5 അടി 6 അടിയൊക്കെ പൊക്കത്തിലേക്ക് എത്തിയപ്പോഴേക്കും നമ്മളും മടുത്തു. അവസാനം ഭൂമി ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഇഞ്ഞു പോരാൻ പറഞ്ഞു. അന്നേരം നമ്മൾ ആ ഗ്രാവിറ്റി പൂർണ്ണമായി ഗ്രേവ് അങ്ങോട്ട് ചെന്നു. ഗ്രാവിറ്റി എന്ന പദമൊക്കെ ഉണ്ടായത് അവിടെ നിന്നാണ്. ഗ്രേവ്, കുഴിക്കകത്തോട്ട് പോയി, ശവക്കുഴിക്കകത്തോട്ട്. ആ ശവക്കുഴിയിലേക്ക് പോകാനാണ് നമുക്ക് ഈ പ്രായം വരുന്നത്. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അപ്പോൾ സൃഷ്ടിക്കപ്പെട്ട ആദമിന് പ്രായമില്ല. കാരണം സ്ഥലം, കാലം, സമയം ഇവയുടെ സ്വാധീനമില്ലാത്തൊരു ബോഡിയാണ് ആദമിന് കൊടുത്തത്. കാലം എന്നെ ആക്രമിക്കുന്നില്ല, എൻ്റെ കണ്ണു കുഴിയുന്നില്ല, കാഴ്ച നഷ്ടപ്പെടുന്നില്ല, തല നിറയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കെന്ത് പ്രായം? അപ്പൊ തല നരച്ചത്, കണ്ണു കുഴിഞ്ഞത്, ക്ഷീണം വന്നത്, വടി പിടിക്കേണ്ടി വരുന്നത് ഒക്കെ കാലം ആക്രമിച്ച് പരുവപ്പെടുത്തിയത് കൊണ്ടാണെങ്കിൽ പാപം ചെയ്യാത്ത ആദമിന് പ്രായമില്ല. എന്ന് പാപം ചെയ്തോ അവിടുന്ന് വയസ്സ് വന്നു വീട്ടിലോ 930 വർഷം. അതുപോട്ടെ, ജയിക്കുന്നവന് ഏതിൽ നിരോധിച്ചതെന്തോ നിഷേധിച്ചത് 2 തരം പഴമുണ്ട് അവിടെ. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ ഫലം, ജീവവൃക്ഷത്തിൻ്റെ ഫലം. ഇവിടെ എന്ത് നിഷേധിച്ചോ അത് നിത്യതയിൽ കിട്ടും മനുഷ്യന്. ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും.